ജന്തർ മന്തർ വേദിയായി നടക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് രാജ്യത്തെ യുവാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അക്രമ അഴിമതി രാഷ്ട്രീയം അവസാനിപ്പിക്കണം, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന മുദ്രാവാക്യവുമായി ആം ആദ്മി പാർട്ടി ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു. വിജയ് പുളിക്കൻ സ്വാഗതം ആശംസിച്ചു. പദയാത്ര പീറ്റർ എറണാകുളം ഉദ്ഘാടനം ചെയ്തു. ഇപ്രകാരമുള്ള വിവരദോഷികളെ വെച്ചുകൊണ്ട് ഭരണം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൽസ്ഥാനം രാജിവെക്കണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പുരുഷോത്തമൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രകടനമായി ബാങ്ക് ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് തുടർന്ന് സായാഹ്ന ധർണയും രാഷ്ട്രീയ വിശദീകരണ യോഗവും ജില്ലാ പ്രസിഡന്റ് വിൻസെന്റ് ജോണിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. യുവാക്കളെ നമ്മൾ പറയും, അവര് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്, അവർക്ക് ഇതിന് താല്പര്യമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും പുറകെ ചെന്ന് അവരെ പ്രകോപിപ്പിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും അതിലൂടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലേക്കും ബിജെപിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും ക്രൂരമായ ഒരു മുഖം എല്ലാവർക്കും ദൃശ്യമാവുകയും ചെയ്ത ഒരു വലിയ അവസരമാണ് നമ്മൾക്ക് വീണ് കിട്ടിയത്. എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും വീണ് കിട്ടിയത്. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ പങ്കെടുത്ത പ്രതിഷേധ യോഗത്തിൽ ആലുവ മണ്ഡലം പ്രസിഡന്റ് നജീബ് ഹൈഡ്രോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോസസ് ഹെൻറി, സംസ്ഥാന കമ്മിറ്റി അംഗം സേവ്യർ ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപിനാഥ് KS, ജില്ലാ ജനറൽ സെക്രട്ടറി സുജിത് സുകുമാരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ മണീട്, ജില്ലാ ഫിനാൻസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് പോൾ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മണ്ഡലം ഭാരവാഹികളായ ബിനു ആന്റണി, റജി പീറ്റർ, അബൂബക്കർ കൊച്ചി, ഹക്കിക്കത്ത് ഹമീദ്, ശശിധരൻ പിള്ള എന്നിവർ സംസാരിച്ചു. സീ ന്യൂസ് ആലുവ.